സിനിമക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന 2 സിനിമയാണ് ഈ ആഴ്ച റിലീസായത്. ഒന്നാമത് ടൊവിനോ തോമസ് നായകനായ നടികരും രണ്ടാമത് റയാൻ ഗോസ്ലിങ്ങും എമിലി ബ്ലണ്ടും അഭിനയിക്കുന്ന ദ ഫോൾ ഗായ് എന്ന ഹോളിവുഡ് മൂവിയും. ഫോൾ ഗായിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോണത്. ഈ പടം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലെ നായകൻ്റെ റോളെന്ന് പറയുന്നത് ആ സിനിമക്കുള്ള സിനിമയിലെ നടൻ്റെ സ്റ്റണ്ട് ഡബിളായിട്ട്, അതായത് ആ നടൻ ചെയ്യുന്ന പാടുള്ള ആക്ഷൻസ് ചെയ്യേണ്ട ആളായിട്ടാണ് റയാൻ ഗോസ്ലിംഗ് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ എമിലി ബ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ ആവാൻ ആഗ്രഹമുള്ള, പടത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ സ്റ്റണ്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടറായിട്ടാണ് എമിലി ബ്ലണ്ടിൻ്റെ ക്യാരക്ടർ വരുന്നത്. ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഇവർ നമ്മൾ ഇഷ്ടത്തിലാണ് നമ്മളെ കാണിക്കുന്നുണ്ട്. അവരവരുടെ ഈ ഒരു സംസാരത്തിനിടയിൽ വെച്ച് പെട്ടെന്ന് നമ്മുടെ ഈ നടൻ ഒരു സ്റ്റണ്ടിൻ്റെ ഇടയിൽ വെച്ച് ആക്സിഡൻറ്റ് പറ്റുന്നു. അതായത് മൂപ്പർക്ക് വയ്യാണ്ടായി ഹോസ്പിറ്റലിലേക്ക് ആവുന്നു. അതിൻ്റെ നാണക്കേടും കാരണം ഈ നടൻ നായികയിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറുന്നു. പിന്നെ നമുക്ക് ശേഷം കാണുന്നത് 18 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ആ കഥ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ ആദ്യം സ്റ്റണ്ടബിളായിട്ട് അഭിനയിച്ചല്ലോ, അതായത് ഒരു നായകൻ്റെ സ്റ്റണ്ടബിളായിട്ടാണ് മൂപ്പർ അഭിനയിച്ചത്. ആ നായകൻ്റെ പ്രൊഡ്യൂസർ വിളിച്ച് പറയുന്നു, ഈ നായിക പുതിയതായിട്ടൊരു പടം സ്വന്തം സംവിധാനം ചെയ്യുന്നുണ്ട്, അതിൽ താങ്കളെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഒരു സിനിമ സെറ്റിൽ വെച്ച് ഒന്നിക്കുകയാണ്. ആക്ച്വലി ഈ പടത്തിൽ എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്. കോമഡി ആണെങ്കിൽ കോമഡി ഉണ്ട്, ത്രില്ലറിനാണെങ്കിൽ ത്രില്ലറുണ്ട്, ആക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീൻസാണ്. ഒരു വണ്ടിയുടെ ഉള്ളിലേക്ക് ഒരു ഫൈറ്റ് സീക്വൻസ് പോകുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഒരു തിയേറ്ററിൽ മൊത്തം ആവേശം അത് കാണാം. കാരണം നല്ല രീതിയിൽ അവർ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏത് ജനറിൽ പെടുത്തണമെന്ന് വെച്ചാൽ എനിക്കറിയാം. ഞാൻ പറഞ്ഞ കോമഡി ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഈ പടത്തിൽ. അതുപോലെ തന്നെ ഒരു ലാഗും ഇല്ല. പടം ആകെ 2 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ പോയി കണ്ട ഫുൾ എൻഗേജിങ് ആ സിനിമ. ഇവിടെ കേരളത്തിലധികം തിയേറ്ററിൽ നിന്ന് ഈ സിനിമ ഇല്ല, ബിക്കോസ് ഇതിനധികം ഫാൻ ബേസിൽ റയാൻ ഗോസ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്ര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ല പൊതുവേ ഈ നമ്മൾ ഈ മാർവലിലധികം സിനിമാസ് എടുക്കുന്ന പോലെ. അതുകൊണ്ട് എല്ലാവരും അടുത്തുള്ള തിയേറ്ററിൽ പോയി കാരണം ഇത് വെർത്ത് വാച്ചാണ് ഈ മൂവി. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. കാരണം ഒരു കംപ്ലീറ്റ് പാക്കാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്.